സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അക്വാട്ടിക്സ് മത്സരങ്ങളിൽ ആധിപത്യം പുലർത്തി തിരുവനന്തപുരം. 6 മത്സരങ്ങളുടെ ഫലം പുറത്തുവന്നപ്പോൾ 14 മെഡലുകളുമായി തിരുവനന്തപുരം ജില്ല മുന്നിലാണ്. പിരപ്പൻകോട് BR അംബേദ്കർ ഇന്റർനാഷണൽ അക്വാറ്റിക് കോംപ്ലക്സിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അക്വാറ്റിക്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യ ദിന മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. 24 മത്സരങ്ങളാണ് ഇന്ന് ആകെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ 9 മത്സരങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ആൺകുട്ടികളിലും പെൺകുട്ടികളിലുമായി 400 മീറ്റർ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ മത്സരങ്ങൾ ഇതിനോടകം പൂർത്തിയായി. ഒപ്പം തന്നെ 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് ആ മത്സരങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അത് സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ ലെവലിൽ തന്നെയാണ്, അല്ലെങ്കിൽ കാറ്റഗറിയിൽ തന്നെയാണ് ഈ 3 മത്സരങ്ങളും പൂർത്തിയായിരിക്കുന്നത്. 9 മത്സരങ്ങൾ ഇതിനോടകം പൂർത്തിയായി. അടുത്തത് ഈ ഗേൾസിൻ്റെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് മത്സരങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. പക്ഷേ ഈ 9 മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോഴും തിരുവനന്തപുരം ജില്ല അവരുടെ ആധിപത്യം പുലർത്തി മുന്നോട്ട് പോവുകയാണ്. 6 മത്സര ഇനങ്ങളിൽ ഇതിനോടകം തന്നെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 14 മെഡലുകളാണ് തിരുവനന്തപുരം ജില്ല നേടിയിരിക്കുന്നത്. പക്ഷേ അതേസമയം വലിയ ആവേശമാണ് ഈ മത്സരത്തിന് ആകപ്പാടെ ലഭിക്കുന്നത്. കാരണം ഈ മത്സരാർത്ഥികളാവട്ടെ, അതിനോടൊപ്പം തന്നെ രക്ഷിതാക്കളാകട്ടെ, അധ്യാപകരാകട്ടെ, എല്ലാവരും തന്നെ ഈ മത്സരങ്ങൾ കാണാനായിട്ട് ഇവിടെ പിരപ്പൻകോടുള്ള അംബേദ്കർ അക്വാറ്റിക് കോംപ്ലക്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് വലിയ സജ്ജീകരണങ്ങൾ, അല്ലെങ്കിൽ തൃപ്തമായിട്ടുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ്. നമുക്കിപ്പോൾ ഈ പരിപാടി കാണാനെത്തിയവരോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ പരിപാടി? ഏത് ഐറ്റത്തിലാണ്? സബ് ജൂനിയർ ഗേൾസിൽ കഴിഞ്ഞോ പരിപാടി? ഒരൈറ്റം കഴിഞ്ഞു. സബ് ജൂനിയർ 400 എന്തെങ്കിലും മെഡലോ? 5th പോർഷൻ. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള പരിപാടി? കുട്ടികളാണെങ്കിൽ തന്നെ പറയുന്നത് കുറച്ചുകൂടെ ഈ കൊച്ചിയിൽ നടന്ന സംവിധാനങ്ങളെക്കാളും കുറച്ചുകൂടി കൂടുതൽ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഗാലറി ആവട്ടെ, എല്ലാവർക്കും കാണാനും ഉള്ള സൗകര്യം അതൊക്കെ ഓക്കെ. ഗാലറിയൊക്കെ സൗകര്യം. എങ്ങനെയുണ്ട് അക്വാട്ടിക് മത്സരമൊക്കെ? നന്നായി മുന്നോട്ട് പോകും. അടുത്ത ദിവസം ഉണ്ടോ മകൾക്ക് മത്സരം? അടുത്ത ദിവസം ഉണ്ട്. എത്ര ദിവസം ഉണ്ട്? 2 ദിവസം ഉണ്ടോ? 25-25 തീയതി വരെ ഉണ്ട്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രക്ഷിതാക്കളാണ് അധികവും. അതിനോടൊപ്പം തന്നെ അധ്യാപകരുമുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ആവേശകരമായ മത്സരങ്ങളാണ് അക്വാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ശക്തമായ പോരാട്ടം തിരുവനന്തപുരം കാഴ്ചവെക്കുമ്പോഴും അതിനോടൊപ്പത്തിനൊപ്പം എത്താൻ മറ്റ് ജില്ലകളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ വലിയ കുതിപ്പാണ് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ വ്യക്തിഗതമായിട്ടുള്ള നല്ല പെർഫോമൻസുകളും കുട്ടികൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇതുവരെയും ഒരു മീറ്റർ കോഡ് ഇതുവരെയും പിറന്നിട്ടില്ല എന്നുള്ളത് കൗതുകകരമാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അക്വാറ്റിക് മത്സരങ്ങളിൽ പുതിയ റെക്കോർഡുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ക്യാമറാമാൻ രോഹിൻ രാജിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.